തെന്നല സർവീസ് സഹകരണ ബാങ്കിലെ കാലാവധി തീർന്ന നിക്ഷേപങ്ങളും അവയുടെ പലിശയും നൽകണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച ബാങ്ക് ഹെഡ് ഓഫീസ് പിക്കറ്റ് ചെയ്യുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബാങ്ക് ഇപ്പോൾ ഏകദേശം 100 കോടിയോളം രൂപ 100 കോടിയോളം രൂപ ബാധ്യതയിലുണ്ട്. ഓരോ കൊല്ലവും 4 കോടി 5 കോടി അങ്ങനെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 കോടി രൂപ ബാങ്ക് നഷ്ടത്തിലായിരിക്കും. കാരണം ഒരു സാമ്പത്തിക പ്രവർത്തനം ബാങ്കിന് ലാഭം കിട്ടുന്ന ഒരു പണി അവിടെ നടക്കുന്നില്ല. ലോൺ കൊടുത്തെങ്കിലല്ലേ വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പൈസ ലോൺ കൊടുക്കാനില്ല. ജീവനക്കാരുടെ ശമ്പളവും വാടകയും മറ്റു ഇനത്തിൽ വലിയ തുക ബാങ്കിന് ഓരോ മാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിതസ്ഥിതിയിൽ ഞങ്ങൾ ഈ ബാങ്കിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണ്. അവരുടെ നേതാക്കന്മാരെ പോയി കണ്ട് സംസാരിച്ചിരുന്നു. അവരുടെ ഉന്നത നേതൃത്വത്തിനെ കണ്ട് സംസാരിച്ചു. ഞങ്ങൾ 3 മാസമായി അവരോട് പല തവണകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ പരിഹരിക്കാമെന്നൊക്കെ പറയുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ച് കാണുന്നില്ല. അപ്പൊ എല്ലാവരും ഈ പാവപ്പെട്ട മനുഷ്യരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ചില നേതാക്കന്മാർ ഞങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ആ ബാങ്കിൽ കൊണ്ട് പണം നിക്ഷേപിച്ചത്? ഞങ്ങൾ പണം നിക്ഷേപിച്ചത് ഏതെങ്കിലും വേൾഡ് കമ്പനിയിലോ സ്വകാര്യ സ്ഥാപനത്തിലോ അല്ല, സർക്കാരിന്റെ അനുമതിയോടെയും നിയമവ്യവസ്ഥയോടെയും. സാധാരണക്കാരനായ 1000 വരുന്ന നിക്ഷേപകർ തങ്ങളുടെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് അരക്ഷിതാവസ്ഥയിലാണ്. പ്രായമായവരും രോഗികളുമായവർക്ക് ചികിത്സാ പണം കിട്ടാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മക്കളുടെ വിവാഹം മുടങ്ങിയവരും വീട് നിർമ്മാണം നിർത്തിവെച്ചവരും മക്കൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. പണത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ ബാങ്ക് അധികൃതർ നിരവധി ഒഴിവുകഴിവുകൾ പറയുകയാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റപ്പോൾ ബാങ്കിലേക്ക് ഫണ്ട് ലഭിക്കുമെന്നും പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്ത അവസ്ഥയാണ്. ബാങ്കിന്റെ ഭരണസമിതിയെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിന്റെ ഉന്നത നേതാക്കളെ നിരവധി തവണ കണ്ട് നിവേദനങ്ങൾ നൽകിയും പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തിരുരങ്ങാടി നിയോജകമണ്ഡലം MLA-ക്കും നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രശ്നപരിഹാരത്തിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിക്ഷേപകർ ബാങ്കിന് മുമ്പിൽ സമരം നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ EP ഹരിദാസൻ, T ശശികുമാർ, ഗോപാലകൃഷ്ണൻ, E വാസുദേവൻ, സുബീർ എന്നിവർ പരിപാടിക്ക് വിശദീകരിച്ചു. ചെമ്മങ്കടവിൽ കിങ് ബ്രോസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഹലോ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മങ്കടവിലാണ് കിങ് ബ്രോസ്റ്റിൽ നമ്മളുള്ളത്. ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ്. അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്തു നിന്നിട്ട് ഓട്ടോറിക്ഷയിൽ വന്നവർ, കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു. നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ബ്രോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് കയറി 2 കഷ്ണം കഴിച്ചിട്ട് പോകാം. കിങ് ബ്രോസ്റ്റ് ആൻഡ് മന്തി കോർണർ, ചട്ടിപ്പറമ്പ് റോഡ്, ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ്, ചെമ്മങ്കടവ്.